ഇതൊരു പോലീസിംഗിലെ പ്രശ്നമാണോ? ഇത് ഏതെങ്കിലും ഒരു പോലീസുകാരനോ ഏതെങ്കിലും കുറച്ച് പോലീസുകാർക്കോ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു തീരുമാനമാണോ? അങ്ങനെ ലഘൂകരിച്ച് കാണുന്നത് എത്രത്തോളം സത്യവിരുദ്ധമാണ്? തീർച്ചയായും പൂർണ്ണമായും സത്യവിരുദ്ധമാണ്. ഇത് സ്വാഭാവികമായി രാജ്യത്ത് ഒരുപാട് പോലീസ് നടപടികൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട് എന്നും അങ്ങനെ ഒരു പോലീസ് നടപടി മാത്രമാണിത് എന്നും പറയുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. ഇവിടെ ഇപ്പോൾ വളരെ പ്രസക്തമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ ഡിജിറ്റൽ സർവൈലൻസ് അഥവാ ഈ പറയുന്ന AI സർവൈലൻസ് നടത്തിയല്ലോ, ബയോമെട്രിക് സർവൈലൻസ്. അത് ഒരു പോളിസി ഡിസിഷൻ്റെ പ്രശ്നമല്ലേ? അങ്ങനെ നടത്താമോ? അതാരാ തീരുമാനിക്കേണ്ടത്? ഇത് ഗവൺമെൻറ് പോളിസിയിൽ നിന്ന് ഉരുത്തിരിയേണ്ടതല്ലേ? ഒരു നിയമവും ഇത് സംബന്ധിച്ച് നിലവിലില്ല. ഇനി ഏതെങ്കിലും തരത്തിലൊരു SOP അതുമില്ല. പിന്നെ ആരിത് ചെയ്തു? പുട്ടസ്വാമി കേസിൽ സുപ്രീം കോടതി വിധി വളരെ വ്യക്തമായി പറയുന്ന റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 ഭാഗമാണെന്ന് വിശദമാക്കുന്ന പുട്ടസ്വാമി കേസിൻ്റെ നഗ്നമായ ലംഘനമാണ്. തന്നെയുമല്ല, വളരെ കൃത്യമായി ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് A, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് B സമാധാനപരമായി പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു പൗരൻ്റെ മൗലികാവകാശത്തെ പരാമർശിക്കുന്നു. അങ്ങനെ പൗരൻ്റെ മൗലികാവകാശത്തിന് എനിക്കൊരു മൗലികാവകാശമുണ്ട്, എനിക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അധികാരം. അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജന്തർ മന്ദറിലേക്ക് പോകുന്നു. അങ്ങനെ വന്ന ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ അനുമതിയില്ലാതെ അവരെ പിന്തുടർന്ന് എന്തിനാണ് ഈ സ്മാർട്ട് സ്പെക്ടക്കിൾസ് വെച്ചിട്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബയോമെട്രിക് സർവൈലൻസിൻ്റെ ഭാഗമായും അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചത്? അതെന്തിനു വേണ്ടി? അവർക്ക് സമരം ചെയ്യാനും പ്രൊട്ടസ്റ്റ് ചെയ്യാനുമുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഒരു പോലീസ് രാജാക്കി മാറ്റാണ്, പോലീസ് സ്റ്റേറ്റാക്കി മാറ്റാണ്. അത് ആരാണ് നൽകിയത്? എന്ത് അധികാരമാണ്? എന്ത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ്? ഒരു നിയമവുമില്ല ഞങ്ങളിത് ചെയ്യും. നേരത്തെ ഇവിടെ സാധൂകരിക്കാൻ ശ്രമിച്ചല്ലോ, സാമാന്യവൽക്കരിക്കാൻ ശ്രമിച്ചല്ലോ, എല്ലായിടത്തും നടന്നപോലെ. ഇത് ഈ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും നടന്നിട്ടുള്ളതാണോ? BJP പറയണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അനുഭാവിയായി നിൽക്കുന്നയാളോ ഏതെങ്കിലും ഒരാൾക്കോ ഇത് കേട്ടിരിക്കുന്ന ഒരാൾക്ക് ഇത്തരമൊരു കാര്യം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, എന്താണ് നിങ്ങളുടെ നിലപാട്? അവിടെയാണ് വളരെ വ്യക്തമായി പറയേണ്ടത്. മറ്റത് പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുക. ഇവിടെ വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. എന്താ റൈറ്റ് വിങ്ങിൻ്റെ വലിയൊരു ഡിഫൻസ് പറയുന്നത്? പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ടല്ലോ, അവരും മനുഷ്യരല്ലേ. എന്നാണ് പോലീസുകാർക്ക് പരിക്കേറ്റത്? എന്നാണ് ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്? അത് ഇക്കഴിഞ്ഞ 20-ാം തീയതി പകൽ നേരത്താണ്. ഡൽഹിയിലെ കാര്യം ഞാൻ പറയുന്നത്, പറ്റ്നയിലൊക്കെ വേറെ, ഡൽഹിയിലെ കാര്യം. ആ 20-ാം തീയതി വരെ അവരെന്ത് ചെയ്യുകയായിരുന്നു? അവർ സമരം ചെയ്യുകയായിരുന്നു. എന്തു തരം സമര രീതിയാണ് അവർ സ്വീകരിച്ചത്? 20-ാം തീയതിക്ക് മുമ്പുള്ള ആ മുഴുവൻ ദിവസങ്ങളിലും ജന്തർ മന്ദറിലെ സമരവേദിയിൽ അവർ സ്വീകരിച്ച സമരമാർഗത്തിൻ്റെ പേര് നിരാഹാര സത്യാഗ്രഹമെന്നും സത്യാഗ്രഹമെന്നുമായിരുന്നു. അപ്പോൾ വളരെ പീസ്ഫുള്ളായി സമാധാനപരമായി അത്രയും നാൾ അവിടെ ഇരുന്ന മനുഷ്യർ, അവർ 20-ാം തീയതി പൊടുന്നനെ ഒരു ദിവസം വരെയല്ല, 20-ാം തീയതി അവർ കോൾ ചെയ്യുകയാണ്. ആ കോൾ കെട്ടാണ്, ആഹ്വാനം കെട്ടാണ് ആയിരക്കണക്കിന് മനുഷ്യർ അവിടേക്ക് ഒഴുകിയെത്തിയത്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇത്രയും ദിവസം അവരവിടെ ഗാന്ധിയൻ മാർഗത്തിൽ ജനാധിപത്യപരമായ പ്രൊട്ടസ്റ്റിൽ ഏർപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരാളെ അങ്ങ് അയക്കാൻ കഴിയാത്തത്? അന്നൊന്നും രാത്രിയിൽ ഉറക്കം വിളിച്ചിരുന്ന് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് അസ്വാഭാവികമായ ഇൻസ്റ്റാഗ്രാം സെൽഫി വീഡിയോ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്നദ്ധമാകാതിരുന്നത് എന്തുകൊണ്ട്? അപ്പോഴൊന്നും ആ കിടന്നത് ഫ്രണ്ട്സ് അല്ലേ? ഈ രാജ്യത്തെ ചെറുപ്പം അതുവരെ ഫ്രണ്ട്സ് അല്ലേ? അവരവിടെ കിടക്കുകയായിരുന്നേ. അവരന്ന് പറഞ്ഞത് എന്താണ്? അന്നവിടെ സന്ദർശിച്ച മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതാണ്, ലെഫ്റ്റ് അവിടെ പോയി, ഞങ്ങളെല്ലാം പറഞ്ഞെന്താണ്? നിങ്ങളിവരെ കേൾക്കണം, സോനം വാങ്ചുക്കിനെ കേൾക്കണം, നിങ്ങൾ ഈ പറയുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കണം, അവരുമായി ചർച്ച ചെയ്യണം. നിങ്ങൾ തയ്യാറായോ? 20-ാം തീയതി ഈ പറയുന്ന പ്രക്ഷോഭമുഖം തുറന്നു, പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. അപ്പൊ അന്ന് 10 പോലീസുകാർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പൊ അതിന്റെ കണക്കെടുക്കുകയാണ്. നിങ്ങൾ ഇത്രയും ദിവസം എന്ത് ചെയ്തു? നിങ്ങൾ ഇത്രയും ദിവസം ജനാധിപത്യപരമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെങ്കിൽ ഈ 20-ാം തീയതി നിങ്ങൾ ഈ പരാമർശിക്കുന്ന, ഞാൻ അതിനോട് യോജിക്കുന്നില്ല, നിങ്ങൾ വാദത്തിനായി പറയുന്ന ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ജനാധിപത്യ വിരുദ്ധമായി അവഗണിച്ച് അവരെ മുട്ടുമടക്കുക എന്ന് കരുതി. പക്ഷേ അത് നടന്നില്ല. നടന്നപ്പോഴോ അക്രമാസക്തമായി അവരെ മുട്ടുമടപ്പിക്കാം എന്ന് കരുതി. നിങ്ങൾ എന്താ ചെയ്തത്? ഈ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി,
പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയവരെ നിങ്ങൾ നേരിട്ടു എന്ന് നിങ്ങൾ പറയുന്നു. എന്തിനായിരുന്നു അന്ന് രാത്രിയിൽ ജന്തർ മന്ദറിലേക്ക് പോയി ജന്തർ മന്ദറിലുണ്ടായിരുന്ന അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരെ മുഴുവൻ അവിടെ നിന്ന് നിങ്ങൾ ഒഴിവാക്കിയത്? നിങ്ങൾ അവരെ തല്ലി ഒതുക്കിയില്ലേ? അവരെ മുഴുവൻ പേരെയും അവിടെ നിന്ന് മാറ്റി ജന്തർ മന്ദർ നിങ്ങൾ കൈയടക്കിയില്ലേ, കയ്യേറിയില്ലേ? മണിക്കൂറുകൾക്ക് അവർ തിരിച്ചു വന്നു. ആ സമരവേദി നിങ്ങൾ തല്ലി തകർത്തില്ലേ? എന്തിനായിരുന്നു അത്? ജനാധിപത്യ പ്രതിഷേധങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു. ഇതല്ലേ നാൾവഴി? ഇതെല്ലാം മറച്ചു വെച്ച് പരിക്കേറ്റ 4 പോലീസുകാരുടെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ് അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അതുകൂടി പറയണം എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? ഇനി പോട്ടെ, ഈ സമാധാനപരമായി ഗാന്ധിയൻ മാർഗത്തിൽ സമരം ആരംഭിച്ച മനുഷ്യരെ ചർച്ചയ്ക്ക് വിടാതെ പെല്ലറ്റ് ഗണ്ണുകൾ കൊടുത്ത് പറഞ്ഞയച്ചാൽ അത് തീർന്നു പോകുമെന്ന് സംഘപരിവാരത്തെ ആരാണ് പഠിപ്പിച്ചത്? അങ്ങനെയൊന്നും തീർത്ത ചരിത്രമല്ല ഇന്ത്യക്കുള്ളത്. അവിടെയാണ് അവർ നിവർന്നു നിന്ന് പൊരുതിയത്. ഇനി ഇതിന് പുറമെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ പറയുന്ന ഫേസ് റെക്കഗ്നൈസേഷൻ ടെക്നോളജി എഫ്.ആർ.ടിയിലൂടെ മനുഷ്യന്റെ വിവരങ്ങൾ ശേഖരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണത്? എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്? എന്നിട്ട് പറയാണ് 2800 മറ്റോ എത്രയോ പേർ ക്രിമിനലുകൾ അവിടെ പങ്കെടുത്തു. ആരാണ്? എന്തടിസ്ഥാനത്തിലാണ്? ഇനി പോട്ടെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന എഫ്.ആർ.ടിയിലൂടെ അവർ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചത് 2 കമ്പനികളെയാണ്. ആ കമ്പനികൾക്ക് ആരധികാരം കൊടുത്തു? ഒന്ന് ആദിത്യ ഇൻഫോടെക് ലിമിറ്റഡ്, മറ്റൊന്ന് ഈ സ്മാർട്ട് സ്പെറ്റക്കിൾസ് കൈകാര്യം ചെയ്ത ഡൈമെൻഷൻ NXT പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ 2 കമ്പനികളെയാണ്. ഈ 2 കമ്പനികൾക്ക്, ആ കമ്പനികളുടെ കയ്യിൽ സമാധാനപരമായി ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശത്തിന് വേണ്ടി സമരം ചെയ്യാമെന്ന പ്രൊട്ടസ്റ്റ് ചെയ്യാമെന്ന മനുഷ്യരുടെ ബയോമെട്രിക് വിവരങ്ങൾ ഈ 2 കമ്പനികളുടെ ഡേറ്റാബേസിലേക്ക് കൊടുത്തതാര്? അതാണ് ചോദ്യം. ശരി, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായതുകൊണ്ട് ഡോക്ടർ ജിൻഡോ ജോൺ ഞാൻ അങ്ങിലേക്ക് വരാം. Debate with Madhu Saji.